യോഗേഷ് ഗുപ്തയ്ക്ക് 3 വർഷത്തിനിടെ 7 മാറ്റം. കേന്ദ്ര നിയമനത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനിയും നൽകാതെ സർക്കാർ. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ചതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമപോരാട്ടത്തിനിറങ്ങിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയ്ക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ ലഭിച്ചത് 7 സ്ഥലം മാറ്റം. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് റോഡ് സുരക്ഷാ കമ്മീഷണറാക്കി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവ്. 2022 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലെത്തിയ യോഗേഷിന് ബിവറേജസ് കോർപ്പറേഷൻ MD ആയിട്ടായിരുന്നു ആദ്യ നിയമനം. പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറലാക്കി. പോലീസ് അക്കാദമി ഡയറക്ടർ, സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ADGP, ബിവറേജസ് കോർപ്പറേഷൻ MD, വിജിലൻസ് മേധാവി, അഗ്നിരക്ഷാസേനാ മേധാവി എന്നിവിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ ചുരുങ്ങിയത് 2 വർഷ കാലാവധി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യവസ്ഥ. ഇത് പാലിക്കാതെയുള്ള സ്ഥലം മാറ്റങ്ങൾക്ക് സിവിൽ സർവീസസ് ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ചട്ടമെങ്കിലും സർക്കാർ അത് നടപ്പാക്കുന്നില്ല. സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിനെ കഴിഞ്ഞ 9 മാസത്തിനിടെ 3 തവണയാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സ്ഥലം മാറ്റൽ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച അശോക് 3ലും സ്റ്റേ നേടി. കേരളം വിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ യോഗേഷ് സമർപ്പിച്ച ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് പുതിയ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. റോഡ് സുരക്ഷാ കമ്മീഷണറായി അദ്ദേഹം തിങ്കളാഴ്ച ചുമതല ഏൽക്കുമെന്നാണ് വിവരം.